ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രാധയുടെ അച്ഛൻ ഭയങ്കര കുടിയാ. ഈ വാതിക്കൽ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രാധയുടെ ഓട്ടോറിക്ഷയും അതിൻ്റെ പിന്നാലെ ഒരു ബൈക്കും കൂടി വരുന്നത്. ഇപ്പം രാധയുടെ ഓട്ടോറിക്ഷ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ അച്ഛനാണെങ്കിൽ എടീ ഇതേ ഇങ്ങോട്ടൊന്ന് നോക്കിയേ, എന്താ മനുഷ്യൻ നിങ്ങൾ എന്തിങ്ങനെ വിളിച്ചു പോകുന്നത്? കഞ്ഞി ആയിട്ടില്ല, ആവട്ടെ, അതിനുശേഷം നിങ്ങൾ വിളിക്കാം, എന്നിട്ട് കഴിക്കാം. ഇടി ഞാൻ കഞ്ഞി കുടിക്കാൻ വേണ്ടി വിളിച്ചതല്ല, ഇത് നോക്കിയേ നമ്മുടെ രാധയുടെ ഓട്ടോ. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രാധയുടെ അമ്മാകൻ ഞെട്ടിപ്പോകണേ. രാധയുടെ ഓട്ടോയോ? മോളെ രാധേ, ഇങ്ങോട്ട് വന്നേ മോളെ, ഇതെന്താ മോളെ ഇത്? ഇപ്പം രാധ ആകാംക്ഷയോട് കൂടി തന്നെ ഓടി വരിക. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രാധയ്ക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എൻ്റെ ഓട്ടോയോ? അപ്പോൾ ആ സി സിക്കാരനാണെങ്കിൽ കുറേ ബുക്കും പേപ്പറൊക്കെ കയ്യിലെടുത്ത് കൊടുക്കുകയാണ്. ദേ നിങ്ങളുടെ ലോണെല്ലാം അടിച്ച് തീർത്തിട്ടുണ്ട് കേട്ടോ, ദേ അതുകൊണ്ടാണ് ഓട്ടോ കയ്യോടെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. ലോൺ അടച്ച് തീർത്തുന്നോ? ആരടിച്ച് തീർത്തു? നിങ്ങളല്ലേ? ഞാനോ? ഞാനൊന്നും ലോൺ അടച്ച് തീർത്തിട്ടില്ല സാറേ. എന്താണ് ഏതാണെന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും ലോൺ അടച്ച് തീർത്തിട്ടുണ്ട്. അതിൻ്റെ പേപ്പേഴ്സൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളതെല്ലാം കറക്റ്റാണെന്നൊന്ന് നോക്കിയേ എന്ന് രാധയോട് പറയുകയാണ്. രാധയാണെങ്കിൽ ആ പേപ്പേഴ്സൊക്കെ മുഴുവനും നോക്കുകയും ചെയ്യാണ്. അത് കറക്റ്റാണെന്ന് രാധയ്ക്ക് മനസ്സിലാകുകയും ചെയ്തു. ഇതെല്ലാം കറക്റ്റാണ്. ഇത് ആരാണ് ഈ ഇതിൻ്റെ പൈസ അടച്ചതെന്ന് വല്ല അറിയാവോ? അതൊന്നും എനിക്കറിയില്ല. നിങ്ങൾ നാളെ നേരെ ഓഫീസിലേക്ക് വാ, അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് അടച്ചതെന്ന് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ പോവുകയും ചെയ്യാണ്. രാധയുടെ ഓട്ടോറിക്ഷ കിട്ടുകയും ചെയ്തു. എന്നാലും അമ്മേ, ആരായിരിക്കും പണം അടച്ചിട്ടുണ്ടാവുക? ആരാണെങ്കിലും കുഴപ്പമില്ല മോളെ, ഏതായാലും നിനക്ക് ഓട്ടോ കിട്ടിയല്ലോ. ഇനി സമാധാനത്തോടെ പോയി കിടന്ന് ഉറങ്ങ്. നാളെ രാവിലെ നീ ഓഫീസിൽ ചെന്ന് തിരക്കിയാൽ മതി ഇതാരാണ് ഈ ഓട്ടോയുടെ ഇതെല്ലാം തീർത്തതെന്ന് നീ മനസ്സിലാക്കിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് രാധയ്ക്ക് വളരെ ആശ്വാസം തോന്നി. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രത്തെയും വേദയാണ്. വേദയാണെങ്കിൽ നല്ല ഉറക്കുക. വിക്രത്തിന് വിശന്നിട്ട് ഒരു രക്ഷയില്ല. വിക്രം പാതിരാത്രി ഇങ്ങനെ കണ്ണു തുറന്നിട്ട് എൻ്റെ ദൈവമേ എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ, വിശന്നിട്ട് ഉറങ്ങാനും പറ്റുന്നില്ലല്ലോ എൻ്റെ ദൈവമേ എന്നൊക്കെ വിചാരിച്ച് വിക്രം അവിടെ നിന്ന് വേദയൊന്ന് വിളിക്കണം. ഹലോ വേതാളം എന്ന് പറഞ്ഞ് തട്ടി വിളിക്കുന്നുണ്ടെങ്കിലും വേദ എണീക്കുന്നില്ല. പോത്ത് പോലെ കിടന്ന് ഉറങ്ങിയാണ്. ഇവളേക്ക് എന്ത് ചെയ്യാനാണ്? ഇവളെന്നും വിളിച്ചിട്ട് എണീക്കുന്നത് പോലുമില്ല എന്നൊക്കെ ചിന്തിച്ച് വിക്രം നേരെ അടുക്കളയിൽ ചെന്നിട്ട് ആ ഉണക്കച്ചപ്പാത്തിയും എടുത്ത് കടിച്ച് പറിച്ച് വലിച്ച് തിന്നുകയാണ്. അപ്പോഴാണ് വേദ വരുന്നത്. ആഹാ കൊള്ളാലോ, ഉണങ്ങിയ ചപ്പാത്തി വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ വെട്ടുപോത്തിരുന്ന് വെട്ടി വിഴുങ്ങുകയാണല്ലേ എന്ന് വേദ പറയുക. ഇത് കഴിഞ്ഞപ്പോഴേക്കും വിക്രമാകഞ്ഞ് ചമ്മി നാലൊരു അവസ്ഥയിലായിപ്പോയി. അല്ല, അപ്പോൾ ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞിട്ടോ? നീ എന്തിനാ? എനിക്ക് വിശന്നിട്ട് രക്ഷയില്ലായിരുന്നു. ആ ഭക്ഷണം നീ വേസ്റ്റ് കളയൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. നീ എന്തിനാ ആ ഭക്ഷണം എടുത്ത് വേസ്റ്റ് കളഞ്ഞത്? ശരി. അപ്പോൾ ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞല്ലേ? അത് വെറുതെ പറഞ്ഞാണല്ലേ? അതെ, ഞാൻ വെറുതെ പറഞ്ഞതാ അത്. എനിക്ക് മനസ്സിലായായിരുന്നു. അതുകൊണ്ടാണല്ലോ കൂടുതൽ ചപ്പാത്തി ഞാൻ ഉണ്ടാക്കി വെച്ചത്. അതുകൊണ്ടാണല്ലോ ഇപ്പതേ കഴിക്കാനും പറ്റിയത്. താങ്ക്സ് കേട്ടോ. വെൽക്കം. നന്നായിട്ട് വിശപ്പുണ്ടല്ലേ? നന്നായിട്ട് വിശപ്പുണ്ട്. എങ്കിലേ വിക്രുവേ ഇരുന്നത് മുഴുവനും വെട്ടി വിഴുങ്ങിക്കോ. ഞാൻ ഏതായാലും പോയി കിടക്കാൻ പോവാ. ഇനി വിശപ്പൊക്കെ മാറിയിട്ട് വന്ന് കിടന്നാൽ മതി. ഗുഡ് നൈറ്റേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദ പോയി കഴിഞ്ഞപ്പോഴേക്കും വേദയോടുള്ള ആ പ്രണയം വിക്രത്തിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കുതിച്ചിങ്ങനെ കയറുകയാണ്. വേദ കാണിച്ച കാര്യങ്ങൾ മുഴുവനും വേദ വന്ന് തൻ്റെ മേത്തേക്ക് വീണ കാര്യങ്ങളും, അതായത് പിന്നെ ആ ഹിന്ദി പാട്ട് പാടി ഈ വിക്രത്തെ കളിയാക്കാനായിട്ട് ശ്രമിച്ച ആ കാര്യങ്ങളും ഒക്കേതായ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ വിക്രത്തിൻ്റെ മനസ്സിലേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും വിക്രത്തിൻ്റെ മനസ്സിലിങ്ങനെ പ്രണയം ഇങ്ങനെ കൂടി വരികയാണ്. അന്ന് രാത്രി തന്നെ നമ്മുടെ വിക്രം സ്വപ്നം കാണാനായിട്ട് തുടങ്ങി. അതായത് വേദ ഇങ്ങനെ നല്ലൊരു വെള്ള ഉടുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ ഓടി വരികയാണ്. ആ സമയത്ത് വേദയുടെ മുന്നിലുണ്ടായ ആ ഒരു ഡോർ അടഞ്ഞു പോവുകയാണ്. പിന്നിലത്തെ ഡോർ അടഞ്ഞു പോവുകയാണ്. അങ്ങനെ മൊത്തം ഡോർ അടഞ്ഞു പോയി. ഇപ്പോൾ വേദയും വിക്രവും തനിച്ചൊരു റൂമിൽ തന്നെ ആകുകയാണ്. വിക്രവും നല്ല അടിപൊളി വെള്ള ഷർട്ടൊക്കെ ഇട്ട് വെള്ളയും ഇങ്ങനെ മിന്നി വരികയാണ്. ആ സമയത്ത് നമ്മുടെ വേദ പാടിയ ആ ഒരു പാട്ട് തന്നെ അവിടെ വിക്രവും പാടുകയാണ്. അപ്പം
ആ പാട്ടും കൂടി പാടിക്കഴിഞ്ഞപ്പോഴേക്കും വേദയ്ക്കും അതേ വിക്രമത്തിൻ്റെ ഇടയിലും ആ വലിയൊരു പ്രണയം പൂവിടുകയാണ്. അങ്ങനെ ആ ഒരു സ്വപ്നമാണ് നമ്മുടെ വിക്രം അവിടെ കാണുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിരിക്കുകയാണ്, ദൈവത്തോട് പ്രാർത്ഥിച്ച് വേദ അവിടെ നിന്ന് എണീക്കാം നോക്കി കഴിഞ്ഞപ്പോഴേക്കും കട്ടിലല്ലേ വിക്രവും ഇല്ല. വിക്രം എവിടെ പോയെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നേരെ ഹാളിലേക്ക് ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും പായം വിരിച്ച് പുതച്ച് മുടിയോടെ കിടന്ന് ഉറങ്ങുകയാണ്. ഹലോ വിക്രം എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. അപ്പം വിക്രം അവിടെ നിന്ന് ചാടി എണീക്കുകയാണ്. നിനക്ക് വേറൊരു പണിയില്ല, ഞാനിവിടെ സമാധാനത്തോടെ കിടന്നോളൂല്ലേ, നിനക്ക് അവിടെ വല്ലയിടത്തും പോയി കിടക്കാൻ പാടില്ലേ എൻ്റെ വേതാളമേ എന്ന് ചോദിച്ചപ്പോഴേക്കും ആഹാ പുതച്ചു മൂടി കിടന്നുറങ്ങാനോ സമയം എത്രയെന്ന വിചാരം, പോയി പല്ല് തേച്ച് ഫ്രഷായിട്ട് മുഖം കഴുകിയിട്ട് വാ, ഒരു ചായ കുടിക്കാം. എന്താ ചായ വേണമെങ്കിൽ വന്നാൽ മതി, അല്ലെങ്കിലേ ആകെ പ്രശ്നമാകെ, പിന്നെ അതുപോലും കിട്ടൂല വിക്രമേ. ദേ അച്ചമ്മേ അറിഞ്ഞുകൊണ്ടാ പേരിട്ടിരിക്കുന്നത്, വെട്ടുപോത്ത്. ഏതായാലും നിങ്ങൾക്ക് ആ പേര് ചേരും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാധയാണ്. അപ്പം രാധ അതിരാവിലെ തന്നെ ഓട്ടോറിക്ഷയും കൊണ്ട് ആ സ്റ്റാൻഡിലേക്ക് വന്നിരിക്കുക. അപ്പോൾ കൂട്ടുകാരത്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നിന്നോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ, നീ എൻ്റെ ഓട്ടോറിക്ഷ പിടിച്ചു തന്നല്ലോ, സിസികളെല്ലാം അടച്ചല്ലോ. ആഹാ ഓട്ടോറിക്ഷ പിടിച്ചു തന്നെന്ന് പറഞ്ഞ സത്യം തന്നെയാണ്, പക്ഷേ ഈ CC എല്ലാം അടച്ചത് ഞാനല്ല എന്ന് കേട്ടപ്പോഴേക്കും നീയല്ലേ, പിന്നെ ആരാണ്, അതൊക്കെ ഞാൻ പറഞ്ഞു തരാം, അതറിഞ്ഞാലേ നീ ഞെട്ടും. നീ എന്തൊക്കെയാണ് പറയുന്നത്, പറ എന്താന്ന് വെച്ചാൽ. അപ്പം നീയല്ലേ, അല്ലെന്നേ ഞാനതൊന്നല്ല, ഇത്രയും പൈസയൊക്കെ എൻ്റെ കയ്യിലുണ്ടോ, എൻ്റെ കയ്യിൽ എവിടെ നിന്നാണ് രാധേ, എൻ്റെ കയ്യിലൊന്നല്ല. ഞാനേ ആ വക്കീലിൻ്റെ അടുത്ത് പോയായിരുന്നു. ഏത് വക്കീല്, ആ വേദയെ കെട്ടാനിരുന്നേച്ച ആളില്ലേ, ആ വക്കീലിൻ്റെ അടുത്ത്. ദർശൻ സാറിൻ്റെ അടുത്തോ, ആ ദർശൻ സാറിൻ്റെ അടുത്ത് പോയി. നീ എന്തിനാ അവരുടെ അടുത്ത് പോയി പൈസയൊക്കെ ചോദിച്ചത്? ഞാൻ പൈസയൊന്നും ചോദിച്ചില്ലെന്നേ, ഏതായാലും അവരുടെ കേസിന് വാദിക്കുന്നത് ഈ ദർശൻ സാറാണല്ലോ, അപ്പോൾ സാറെ കണ്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സാറെ പോയി സംസാരിച്ചു. അങ്ങനെ ആ ഒരു കഥ പറയുകയാണ് ഈ രാധയുടെ കൂട്ടുകാരി. അങ്ങനെ ദർശനെ പോയി കണ്ട് CC അടിച്ചിട്ടില്ല, അവളെ കടം ഇതായിപ്പോയി, വിക്രത്തിന് വേണ്ടി പൈസ എല്ലാം മുടക്കിയത് കൊണ്ട് അവൾക്കിപ്പോൾ CC അടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്, ഓട്ടോറിക്ഷ പിടിച്ചുകൊണ്ട് പോയി, അതുകൊണ്ടാണ് അവൾ ജീവിക്കുന്നത്, അവളുടെ കുടുംബം മുഴുവൻ അതുകൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് ദർശൻ്റെ അടുത്ത് സകലമായ ഡീറ്റെയിൽസും പറയുകയാണ്. ഇത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അങ്ങനെ ഇങ്ങനെയുള്ള കേസൊന്നും വാദിക്കാറില്ല, ശരി ഞാൻ ഒന്ന് ഇടപെട്ട് നോക്കട്ടെ, എന്താവോ ഏതാവോന്നും എനിക്കറിയില്ല, അങ്ങനെ ഇതായ കാര്യങ്ങൾ പറയുക. ഇപ്പം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നീ എന്തിനാണ് ആ ദർശൻ സാറിൻ്റെ കാല് പിടിക്കാനായിട്ട് പോയത്? ഞാൻ കാല് പിടിക്കാനൊന്നും പോയെന്നല്ലെന്നേ, അല്ലെങ്കിൽ കേസ് പതിക്കാണല്ലോ, അദ്ദേഹം ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ ഓട്ടോറിക്ഷ വിട്ടുകിട്ടുമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ, അത്രയും മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. ഏതായാലും എനിക്കൊരാളെ കാണാനുണ്ട്, നീ എങ്ങോട്ട് പോവുക, അതൊക്കെ ഞാൻ പിന്നീട് പറയാന്നേ എന്നും പറഞ്ഞ് രാധ ഓട്ടോറിക്ഷ എടുത്തിട്ട് പോവുക. അങ്ങനെ ഇതേ സമയം തന്നെ വിക്രമാണെങ്കിൽ വല്ലം തേച്ച് കുളിച്ച് നല്ല മിടുക്കനായിട്ട് വന്നിരിക്കുക. ആ സമയത്ത് വേദ എവിടെ, കോഫി എവിടെ, അതെ എടുത്ത് കുടിക്കേ, അന്നേ എന്താ എടുത്ത് കുടിക്കാൻ പോലും കഴിയില്ലേ എന്ന് ചോദിക്കുക. അല്ല ഇവിടെയെങ്കിലും കണ്ടില്ല, തിരിഞ്ഞു നോക്കും മനുഷ്യ എന്ന് പറയുകയാണ്. ഇതിനെപ്പോഴേക്കും കോഫി വെച്ചിരിക്കുക. ആ കോഫി കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇത് തണുത്തൊരു പരിവായിരിക്കുകയാണല്ലോ, എനിക്കെങ്ങും വേണ്ട. ആഹാ നിങ്ങളിവിടെ ഒന്ന് പല്ല് തേച്ച് മുഖവും കഴുകി വരാനായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് നിങ്ങൾ പല്ലും തേച്ച് മുഖവും കഴുകി കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ചായ തണുത്തു. ഇതിപ്പോൾ എൻ്റെ കുറ്റമാണോ? നിനക്ക് അന്നേരം ഉണ്ടാക്കിയാൽ പോരായിരുന്നില്ലേ? അതെ പാത്രങ്ങൾ മുഴുവനെ കുറേ കഴുകാനുണ്ടായിരുന്നു. അത് ഞാൻ തിന്ന പാത്രമൊന്നും അല്ലല്ലോ. അതെ നിങ്ങൾ തിന്ന പാത്രമൊന്നുമല്ല, പക്ഷേ നിങ്ങൾ ഇന്നലെ ഉപ്മാവുണ്ടാക്കിയ പാത്രം അത് അടുക്കി പിടിച്ച് കരിഞ്ഞൊരു പരിവായിരിക്കുമായിരുന്നു. അതെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി എന്ത് പാടുപെട്ടാണ് അത് കഴുകിയെന്നറിയാവോ? നിങ്ങളൊക്കെ എന്താ ചെയ്യേണ്ടതെന്നറിയാവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വീണ്ടും വേദയായിട്ട് വഴക്ക് തുടങ്ങി. വേദയാണെങ്കിൽ വിക്രത്തെ പിടിച്ച് ഒറ്റത്തള്ളും. വിക്രത്തിന് അരിശം വന്നിട്ട് ഒരു ചൂലെടുത്തുകൊണ്ട് വരികയാണ്. നിന്നെ ഞാനുണ്ടല്ലോ വിക്രം, വേണ്ട, അടിക്കരുത്, അങ്ങനെ നിന്നെ അടിക്കൂടി. അങ്ങനെ വേദയാണെങ്കിൽ വിക്രമാണെങ്കിൽ വേദയുടെ പിന്നാലെ ഈ അടിക്കാനായിട്ട് ഓടുകയാണ്. വിക്രം വേണ്ട. അപ്പോഴേക്കും വന്നു നമ്മുടെ കമലാമ്മയും മാഷും ഫാമിലി എല്ലാവരും കൂടി വരികയാണ്. അപ്പോൾ ഗേറ്റ് എല്ലാം തുറന്നു നേരെ അകത്തേക്ക് കയറാനുള്ള ശ്രമം. പക്ഷേ ഈ സമയം തന്നെ വേദ പറയാണ്, വേണ്ട വിക്രു, വേണ്ട, എന്നെ തല്ലരുത്, നിന്നെ തല്ല് ഞാൻ കാലൊടിക്കും. പക്ഷെ അപ്പോഴേക്കും പാത്രമല്ല അടിച്ചും കെട്ടി വീഴുകയാണ്. ഈ ഒരു ശബ്ദം അകത്തുനിന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മാഷും കമലാമ്മയൊക്കെ പേടിച്ചു പോയി. എൻ്റെ ദൈവമേ എന്താ ശബ്ദം? അങ്ങനെ വേദ പോയി കാലടിച്ചിട്ട് നിലത്തങ്ങോട്ട് ഒറ്റ വീഴ്ച, ആ കാല് പോയി ആ ഒരു
മേശയുടെ കാലിട്ട് അടിച്ചു കൊള്ളുകയാണ്. വേദയ്ക്ക് കാല് അനക്കാൻ പറ്റില്ല. അയ്യോ എൻ്റെ അമ്മേ! അപ്പം കമലാമ്മ ഈ ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അയ്യോ വേദയുടെ ശബ്ദമല്ലേ അത്, വേദയ്ക്ക് എന്ത് പറ്റി, ഇവരെന്താണ് ഈ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ പരാക്രമം കാണിക്കുന്നത്, കതക് തുറക്കും മാഷേ പെട്ടെന്ന്. അങ്ങനെ മാഷാണെങ്കിൽ കതക് ഇങ്ങനെ കീട് തുറക്കാൻ നോക്കിയിട്ടും പറ്റുന്നില്ല. അപ്പോൾ വേദ പറയണം, എടോ താനിങ്ങനെ നോക്കി നിൽക്കാതെ എന്നെ ഒന്ന് പിടിക്കടോ, എൻ്റെ കാല് വേദനിക്കുന്നു. അങ്ങനെ വിക്രമാണെങ്കിൽ കൈ കാണിച്ചു കൊടുക്കുകയാണ്. വേദയ്ക്ക് എണീക്കാനും പറ്റുന്നില്ല. വിക്രമ പേടിച്ചും പോയി. അപ്പോൾ എടോ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നോക്കി നിൽക്കാതെ എന്നെ ഒന്ന് പൊക്കി എടുക്കടോ എന്നിങ്ങനെ വിക്രത്തോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വിക്രമാണെങ്കിൽ ഈ വേദയെ പിടിച്ച് പൊക്കലും മാഷ് കതക് തുറന്നതും ഒരുമിച്ചായിരുന്നു. ഈ ഒരു വേഷം കെട്ട് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഇവരെല്ലാവരും അന്തിച്ച് നോക്കി നിൽക്കുകയാണ്. നമ്മുടെ വിശ്വനാണെങ്കിൽ ചിരി സഹിക്കാനും പറ്റുന്നില്ല. നന്ദിനിയും അതേപോലെ തന്നെ വിനായകനും കൂടി അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുക. കമലാമ്മയാണെങ്കിൽ താടിക്ക് കയ്യും പിടിച്ച് നോക്കി നിൽക്കുകയാണ്. ഇതെന്താണ് ഇത്? അപ്പോൾ വിക്രമാണെങ്കിൽ അതെ വേദയുടെ കാല് വേദനയാണെന്ന് പറഞ്ഞു. അമ്മേ എനിക്ക് സത്യമായിട്ട് കാല് നിലത്ത് കുത്താൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ എടാ വിക്രമേ, നീ കൊണ്ടേ അവളെ കട്ടിലിൽ കിടത്തടാ, ഇങ്ങനെ എല്ലാവരുടെ മുന്നിൽ നാണം കിടന്ന് നിൽക്കാതെ എന്നും പറഞ്ഞുകൊണ്ട് കമലാമ്മ പോവാ. അപ്പോൾ വിഷുവാണെങ്കിൽ വന്നിട്ട് കൊള്ളാം കൊള്ളാം എടാ കൊച്ചു കള്ളാ, അപ്പോൾ ഇതാണ് പരിപാടിയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇതിനാണല്ലേ കഥ കടച്ചിരുന്നത്. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോഴേക്കും നന്ദിനിക്ക് കലിവരിയാണ്. എടി നീ മനഃപൂർവ്വമല്ലടി, എടി ഞങ്ങളുടെ മുന്നിൽ നിങ്ങൾ രണ്ടുപേരും കീരിയും പാമ്പായിട്ട് അഭിനയിക്കും, ഞങ്ങൾ പോയി കഴിയുമ്പോൾ നിങ്ങൾ ഭയങ്കര റൊമാൻസ് ആണല്ലേ. അതേ നന്ദിനി എടുത്തി, ഞങ്ങൾ റൊമാൻസ് ആണ്. ഈ പാണ്ടിപ്പടയിലെ നവ്യ നായരെ കാണുമ്പോൾ പ്രകാശ് രാജിന് ഒരു റൊമാൻസ് ഒന്നുമില്ലേ, അതേപോലെ വിക്രത്തിനെ എന്നെ കാണുമ്പോഴേ റൊമാൻസാ, ഭയങ്കര റൊമാൻസ്, അയ്യേ എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി അവിടെ നിന്ന് ഒറ്റ പോക്ക്. വിക്രത്തിന് കലിയും വരികയാണ്. നിന്നെ ഞാനുണ്ടല്ലോ നിലത്തിട്ടാനുണ്ടല്ലോ, അയ്യോ വിക്രു എന്നെ നിലത്തിടല്ലേ, ദയവ് ചെയ്ത് എന്നെ ആ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ദേ ആ കട്ടിലിട്ടോ, അല്ലാതെ നിലത്തിടരുത്, എൻ്റെ കാല് ഭയങ്കര വേദനയാണ്, സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വിക്രം നേരെ കട്ടിലേക്ക് ചെന്നിട്ട് ഒറ്റ ഇടല്, അയ്യോ എൻ്റെ കാല് പോയ അമ്മേ ഓടിവായോ, എൻ്റെ കാല് അനക്കാൻ പറ്റുന്നില്ലടാ ദുഷ്ട, എന്താണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒച്ചപ്പാറുണ്ടാക്കിയാണ്. കമലാമ്മ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞെട്ടിപ്പോവുകയും ചെയ്യാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം, താങ്ക് യു, സീക്കിൻ, ബൈ.